നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോവാം. നേരെ നമ്മൾ മുനമ്പത്തേക്ക് പോകും. മുനമ്പത്തേക്ക് തിരുവനന്തപുരത്ത് നേരെ മുനമ്പം. എന്താണ് ഇന്നത്തെ മുനമ്പം വാർത്ത? ഏതായാലും ഒരു ആശ്വാസകരമായ വാർത്തയാണ് അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അടുത്തൊരു സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് വീണ്ടും പരിഗണനയിലാണ്. പക്ഷേ ആ ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ആൾക്ക് നികുതി അടയ്ക്കാം, വീട്ടുകാരെ അടയ്ക്കാം, വസ്തുവിൻ്റെ കരം അടയ്ക്കാം എന്നുള്ള ഒരു തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ മുനമ്പം കേസ് എന്ന് കേൾക്കുമ്പോൾ ആകെ ആശയക്കുഴപ്പമാണ്. അതെ, യഥാർത്ഥത്തിൽ പല ആളുകൾ ഇപ്പോഴും അറിഞ്ഞുകൂടാ യഥാർത്ഥം ഇപ്പോഴത്തെ എന്താണ് ഹൈക്കോടതി, എന്താണ് സുപ്രീം കോടതി, എന്താണ് ട്രിബ്യൂണൽ. ഇതിൻ്റെ ഒരു പ്രശ്നം വളരെ സിമ്പിളാണ്. മുനമ്പവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രിബ്യൂണലിൽ, അതായത് കോഴിക്കോടുള്ള മുനമ്പം വഖഫ് ട്രിബ്യൂണലിൽ പല കേസുകൾ നടപ്പുണ്ട്. ആദ്യത്തെ കേസ് അതാണ് കോഴിക്കോട് വരെ. അങ്ങനെ കോഴിക്കോട് ഫറൂഖ് കോളേജ് ഒരു കേസ് കൊടുത്തിരുന്നു. ഫറൂഖ് കോളേജിൻ്റെ കേസ് എന്താണ്? ഇത് ഞങ്ങൾ വിറ്റതാണ് എന്ന് പറഞ്ഞ ഫറൂഖ് കോളേജിന്റെ കേസാണ്. ഈ കേസിൽ മുനമ്പം ഭൂസംരക്ഷണ സമിതി ചേർന്നിരുന്നില്ല. അതായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവർ ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ആണ് ഇതിൻ്റെ അകത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലരും അറിയാത്തൊരു കാര്യമുണ്ട്. മുനമ്പത്തെ ജനങ്ങൾ പാവങ്ങളാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അവിടെ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം വന്നപ്പോൾ അവരെല്ലാം കൂടി ഒരുമിച്ചൊരു സംഘം ചേർന്ന് നിന്നു. പള്ളിയാണ് നേതൃത്വം കൊടുത്തത്. പക്ഷെ പള്ളിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയമാണ്. രണ്ട് അതിരൂപതകൾ എനിക്കൊന്ന് രണ്ട് നിലപാട് സ്വീകരിച്ചു തോന്നുന്നു. അല്ല, അങ്ങനെയൊന്നുമില്ല. ഇതിന് അടിസ്ഥാനപരമായി എറണാകുളത്തെ ലത്തീൻ രൂപതകളെല്ലാം, ലത്തീൻ ബിഷപ്പുമാരെ, ലത്തീൻ അച്ഛന്മാരെ എല്ലാം കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാർ ഇവർക്കൊപ്പം ഒന്നുമില്ല, കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ഇവർക്ക് എന്ത് ചെയ്യണം? ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് കുഴപ്പം വന്നപ്പോൾ അവരെ സംരക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ അവർ സമരം നടന്നെങ്കിലും ആ സമരം മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. നാട്ടുകാരുടെ സമര രംഗത്തുണ്ട്. പക്ഷെ പൊളിറ്റിക്കലി ഇതൊരു വിഷയമായി. കാരണം ഇതേ സമയത്ത്, അതായത് ഓർക്കണം, ഈ മുനമ്പം സമരം ആരംഭിച്ചിട്ട് ഒരു 2 വർഷത്തോളമായി. ഈ മുനമ്പം വിഷയം ആരംഭിച്ചിട്ട് ഒരു 3 വർഷത്തെങ്കിലും ആയി. സമരം ആരംഭിച്ചിട്ട് 2 വർഷമായില്ല. മുനമ്പത്തെ വിഷയം ആരംഭിച്ചിട്ട് ഈ സമയത്ത് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു സഭ നിന്നിരുന്നതും സംവിധാനങ്ങൾ നിന്നിരുന്നു. പക്ഷെ ഇതിനോടനുബന്ധിച്ചൊരു കഥ വരുന്നു. വഖഫ് ബില്ല് വരുന്നു. വഖഫ് ബില്ല് വരുമ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മുനമ്പം മാറുന്നു. അപ്പോൾ വഖഫ് ബില്ല് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനുള്ളതാണ്. അതുകൊണ്ട് വഖഫ് ബില്ല് പാസ്സാവണം എന്ന ഒരു നിലപാടിലേക്ക് മുനമ്പത്തെ ആളുകൾ വരുന്നു. പക്ഷേ സഭയ്ക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം BJPയുടെ ബില്ലിനെ എതിർക്കുന്ന നിലപാടാണ് ഈ സഭയുടേത്. അപ്പം ഈ ഒരു തർക്കമാണ് ഉണ്ടായിരുന്നു. അപ്പം മുനമ്പത്തെ ജനങ്ങൾ ഒരു പരിധി വരെ വഞ്ചിക്കപ്പെടുകയായിരുന്നു. ഞാൻ മുനമ്പത്ത് പോയതാണ്. മുനമ്പത്തെ ജനങ്ങൾ സമരരംഗത്താണ്. എല്ലാവരും ഉണ്ട്. ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഒരാളാണ് കൺവീനർ. 1ാം തരം കോൺഗ്രസ്സുകാരനാണ്. മത്സരിക്കും 1ാം തരം കോൺഗ്രസ്സുകാരനാണ്. അപ്പം പതിയെ BJP ഇത് ഹൈജാക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ മുനമ്പത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് ബോധ്യമാവുന്നു, പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ വഖഫ് ബില്ല് വരണം, എങ്കിൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നു. അങ്ങനെ BJPക്കാർ അവിടെ രംഗത്തിറങ്ങുന്നു. BJPക്കാർ അതിനെ ഹൈജാക്ക് ചെയ്യുന്നു. BJPക്കാർ ഇതിനെ ആ ഒരു വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഇത് മാറ്റുന്നു. അപ്പോൾ തന്നെ സ്പ്ലിറ്റായി. അതാണ് ഒന്നാമത്തെ കാര്യം. ഇവർ ഈ ഹൈബിയുടെ വീടിന് മുമ്പിൽ പോസ്റ്റർ വെക്കുന്നു. ഹൈബി ലത്തീൻ സമുദായക്കാരനുമാണ്. ഹൈബിക്ക് അവിടെ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്കലായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് ഇത് BJPക്ക് ഗുണകരമാകുന്നതിൽ സഭയ്ക്കും മുനമ്പത്തെ സഭാധികാരികൾക്കൊക്കെ പ്രശ്നം. പക്ഷെ മുനമ്പത്തെ ജനങ്ങൾക്ക് ഇത് BJP ഇതായിരുന്നു അവിടുത്തെ തർക്കം. ഇതിങ്ങനെ അതായിരുന്നു ഈ പ്രതിസന്ധി നേരിട്ട കാര്യം. അപ്പോൾ സമരസമിതി കൺവീനർ ജോസഫ് ബെന്നിക്ക് പോലും ആത്മാർത്ഥമായ ഒരു നിലപാട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇല്ലാതായി. കാരണം ഇതിൻ്റെ മൈലേജ് BJPക്കാർ കൊണ്ടുവന്ന് അവർക്ക് സഹിക്കാൻ വയ്യാതായി. ഈ ഒരു പൊളിറ്റിക്കൽ വിഷയം നിൽക്കുന്നു. എന്നോടൊക്കെ പണക്കമായത് അങ്ങനെ ഹൈബി എന്നോട് മിണ്ടത്തില്ല. ഈ ഒരൊറ്റ വിഷയത്തിൽ ഹൈബി പെട്ടുപോയി. അപ്പോൾ അവർക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ നിൽക്കുമ്പോൾ നമ്മളിവിടെ അപ്പോൾ ഇതിനകത്ത് ആർക്കും ഒരു ആശയക്കുഴപ്പം, ഇരുട്ടി തപ്പുക. ഇവർ ഒരിക്കൽ പോലും പ്രോപ്പറായിട്ട് കേസ് നടത്തിയിട്ടില്ല. വഖഫ് ട്രിബ്യൂണലിൽ കോഴിക്കോട് നടക്കുന്ന കേസിൽ ഇവരാരും കക്ഷി ചേർന്നിട്ടില്ല. അപ്പോൾ ഏകപക്ഷീയമാണ് അവിടെ നടക്കുന്ന കാര്യം. ഇവർക്ക് അനുകൂലമാണ് ഫറൂഖ് കോളേജിന്റെ കേസെങ്കിലും ഇവർ കക്ഷി ചേർന്നമല്ലോ. ഇവർ കക്ഷി ചേർന്നില്ല. ഇതായിരുന്നു അവിടുത്തെ ഒരു ഘട്ടം. പിന്നെ ഇതിന് ഒരുപാട് ചരിത്രം, ഒരുപാട് നിയമ പോരാട്ടം ഉണ്ട്. അതിനിടയിലാണ് ഇവർ സമരം നടത്തി ബഹളം വെച്ചപ്പോൾ സർക്കാർ തടി തപ്പുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നു. CN രാമേന്ദ്രൻ കമ്മീഷൻ. ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമപരമല്ല എന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിക്കുന്നു. അതായത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറയുന്നത് എന്താണ്? വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു.
വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചു. അതിൻ്റെ അപ്പോൾ വീണ്ടും പഴയ പശ്ചാത്തലം നോക്കണം. എന്താണ് 2019 വരെ കുഴപ്പമില്ലാതെ പോയിരുന്ന സ്ഥലമാണ്. 2019 ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഈ ഭൂമി വഖഫ് ഭൂമിയാണ്, അവരങ്ങ് ഏറ്റെടുക്കുന്നു, ലിസ്റ്റ് ചെയ്യുന്നു 2019. 22 മുതൽ ആർക്കും കരം അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അതിനുശേഷം ഇവർ വഖഫ് ബോർഡ് വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കും ഒക്കെ കത്തയക്കുന്നു, ഇത് വഖഫിന്റെ സ്ഥലമാണ്, നിങ്ങൾ ആരും കരം അടപ്പിക്കരുത്. ആളുകൾ 2022 ലോൺ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അറിയുന്നത് സ്വന്തം ഭൂമിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഇതിനെതിരെ അവർ ഹൈക്കോടതി പോയി, ഞങ്ങളുടെ അവകാശം തരണമെന്ന് പറഞ്ഞു. അപ്പം ജസ്റ്റിസ് രവി ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഉത്തരവ് റദ്ദ് ചെയ്തിട്ട് നിങ്ങൾ കരം അടച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ CPM പോലും ഇവർക്ക് അനുകൂലമാണ്. പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ കരമടയ്ക്കാനുള്ള ഉത്തരവ് റദ്ദ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു അങ്ങനെ നിങ്ങൾ തൽക്കാലം അത് കൊടുക്കണ്ട, അത് വഖഫ് ഭൂമിയാണെന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെ കരമടയ്ക്കുന്നു പറഞ്ഞ് ഉത്തരവ് റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ ആകപ്പെട്ടിരിക്കുന്നു. അതോടെ സമരം തുടരുന്നു. ഇവർക്ക് സ്വന്തം ഭൂമിയുടെ പോക്ക് വരയാൻ പറ്റുന്നില്ല, ഇവർക്ക് സ്വന്തം ഭൂമിക്ക് കാശ് കൊടുക്കാൻ പറ്റുന്നില്ല, ഇവരുടെ ഭൂമി വെച്ച് ലോൺ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം 3-4 കാര്യങ്ങൾ. ഒന്ന്, വഖഫ് ട്രിബ്യൂണൽ കേസ് അവിടെ നടക്കുന്നു, ഇവിടെ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇവർ സമരം നടത്തിയിട്ട് വഖഫ് നിയമം പാസ്സാക്കിയാൽ ഇവരുടെ അവകാശം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വഖഫ് നിയമം പാസ്സാക്കിയെങ്കിലും അത് ഇതുവരെ നിയമം ഒരുപാട് നടപ്പാക്കി. ഇതാണ് പശ്ചാത്തലം. വഖഫ് നിയമം പാസ്സാക്കി കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ സമരത്തിൻ്റെ ഊർജ്ജം പോയി. ഞാൻ പറഞ്ഞ മുമ്പത്തെ പൊളിറ്റിക്സ് വെളിയിൽ വന്നു. ഇവർ ഈ സമരത്തിലെ വലിയൊരു വിഭാഗം, ഞാൻ പറഞ്ഞല്ലോ അവിടെ BJP-കാരുടെ ഒരു ഇതുണ്ടല്ലോ, ആ BJP വലിയൊരു വിഭാഗം ഈ സമര സമിതിക്കെതിരാവുന്നു. അപ്പം ഇതാകെ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് സമരം വളരെ ദുർബലമായി, ആളുകൾ ഇല്ലാതായി. ഒരു കാലത്ത് ഏറ്റവും കത്തുന്നതാണ്, നമ്മളെല്ലാവരും വളരെ സജീവമായി പങ്കെടുത്തിരുന്ന എല്ലാ കാര്യത്തിലും. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നു. ഇവരുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഡിവിഷൻ പോകുന്നു. ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഇത് വഖഫ് ട്രിബ്യൂണൽ സർക്കാർ പോകുന്നു. സർക്കാർ വെച്ച ഇവരല്ലേ പോകുന്നത്, സർക്കാർ വെച്ച ഡിവിഷൻ ബെഞ്ച് അല്ല, സർക്കാർ വെച്ച എൻക്വയറി കമ്മീഷൻ ഏതാണ്? ജുഡീഷ്യൽ കമ്മീഷൻ. അത് അനധികൃതമാണ് എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ട വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നു. ഡിവിഷൻ ബെഞ്ച് ആ വാദം അംഗീകരിക്കുന്നു, വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തു. എന്ന് മാത്രമല്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പം അടിസ്ഥാനപരമായി ഇത് വഖഫ് ഭൂമി അല്ല, കേസ് തീർന്നില്ലെങ്കിലും ആ പരാമർശം കൊണ്ട് വഖഫ് ഭൂമി അല്ല എന്നുള്ള പ്രഖ്യാപനം വരും. ദാനം കിട്ടിയതാണല്ലോ ഈ അതെ. അപ്പം മുനമ്പങ്ങളുടെ ആവശ്യം എന്താണ്? ഈ ഭൂമി വഖഫ് ഭൂമി അല്ലാതെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതുകൊണ്ട് ഭൂമി പതിക്കാനുള്ള അവകാശം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. തണ്ടപ്പേര് മാറ്റാൻ ഒന്നും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. അത് ഒന്നും സംഭവിച്ചില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ച് സർക്കാർ റവന്യൂ അവകാശം തിരിച്ചു കൊടുത്തില്ല, അതവിടെ നിൽക്കുന്നു. മാത്രമല്ല ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ പെറ്റീഷൻ കൊടുത്തിട്ട് വഖഫ് സംരക്ഷണ സമിതി നിൽക്കുകയാണ്. ആ അവസ്ഥ നിൽക്കുമ്പോൾ വീണ്ടും ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് പറയാം. അവിടെ വന്നാലേ കാര്യം പിടി കിട്ടുന്നത്. നേരത്തെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ റദ്ദാക്കുകയല്ല ചെയ്തിരുന്നത്, സിംഗിൾ ബെഞ്ച് സ്റ്റേ കൊടുക്കുക ചെയ്തത്. അതായത് നിങ്ങൾക്ക് റവന്യൂ അവകാശം, അതായത് കര അടയ്ക്കാനുള്ള നിങ്ങളുടെ അവകാശം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾ കരം അടച്ചോളൂ, നിങ്ങൾ കരം പിടിച്ചോളൂ, നമുക്ക് കേസ് തീർക്കാന്ന് പറഞ്ഞു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് വേണ്ട, സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾ കേസ് തീർക്കാനാണ് പറഞ്ഞത്. അതെ, അല്ലാതെ സ്റ്റേ ആണ് കളഞ്ഞത്. അതായത് കാശ് അടയ്ക്കേണ്ട തൽക്കാലം, പക്ഷേ വാദം കേട്ടിട്ട് തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ 5 കേസുകൾ ഉണ്ടായിരുന്നു, 5 ആളുകൾ. അതായത് വഖഫ് ഭൂസംരക്ഷണ സമിതി ഉണ്ടല്ലോ, നമ്മുടെ ജോസഫ് ബെന്നിയുടെ ഭൂസംരക്ഷണ സമിതി അടക്കം 5 പേരുടെ പരാതിയായിരുന്നു സിംഗിൾ ബെഞ്ചിൽ കിടന്നിരുന്നത്. അപ്പം ജസ്റ്റിസ് രവിയുടെ ബെഞ്ച് തുറന്നുകൊണ്ടിരിക്കുന്നു, ബെഞ്ച് മാറുന്നു, ഇപ്പം മറ്റൊരു ബെഞ്ചിൽ വരുന്നു. ഈ സമയത്ത്, അതായത് ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ട് ആശയക്കുഴപ്പം, ഈ സമയത്ത് ഒരു സംഭവം ഉണ്ടാവുന്നു. കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ബെഞ്ച് പറയുന്നു, ഞാൻ ഈ വാദം കേട്ട് തീരുമാനം എടുക്കാൻ പോവാണ് എന്ന് പറയുന്നു. ഡിവിഷൻ ബെഞ്ച് അല്ല, സിംഗിൾ ബെഞ്ച്. രാജ്മോഹൻ, ഇതിനകത്ത് സിംഗിൾ ബെഞ്ച് ഇവർക്ക് കരം പിടിക്കാനായിട്ടുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. അതായത് ഇവർ കരം പിടിച്ചുകൊണ്ടിരുന്നത് സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങുന്നു, അവർക്ക് കരം അടയ്ക്കാനുള്ള അവകാശം സിംഗിൾ ബെഞ്ച് അനുമതി കൊടുക്കുന്നു. ഈ അനുമതി കൊടുത്തത് തൽക്കാലത്തേക്കാണ്, അതായത് മറ്റേ സ്റ്റേ ചെയ്തുകൊണ്ടാണ്. ഈ സ്റ്റേ ഡിവിഷൻ ബെഞ്ച് കളയുന്നു. എന്ന് വെച്ചാൽ ഈ കേസിൽ തീരുമാനമായതിനു ശേഷം കരം അടച്ചാൽ മതി, അതുവരെ അടയ്ക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ കേസിൽ തീരുമാനമാക്കാൻ സിംഗിൾ ബെഞ്ച് തീരുമാനിക്കുന്നു. പഴയ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അനുസരിച്ച് ഈ കേസിൽ തീരുമാനമെടുക്കാൻ സിംഗിൾ ബെഞ്ച് തീരുമാനിക്കുന്നു. അങ്ങനെ സിംഗിൾ ബെഞ്ച് ഫൈനൽ ഹിയറിങ്ങിന് കൊണ്ടുവരുന്നു ഈ ദിവസങ്ങളിൽ.
അപ്പോഴാണ് വീണ്ടും ചതി. ഞാൻ ഈ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആളുകൾ തമ്മിലുള്ള ഭിന്നതയും പ്രശ്നമൊക്കെ ഉണ്ട്. 5 കക്ഷികളുണ്ട്. ഈ 5 കക്ഷികളും അവിടെ എത്തത്തില്ല എന്ന് കൃത്യമായി ചില ആളുകൾക്ക് സൂചന കിട്ടും. ഞാനൊരു വ്യക്തി തന്നെ പറയാം. അപ്രതീക്ഷിതമായി ഇതിൻ്റെ അകത്ത് വന്നുപെട്ട ഒരു വ്യക്തിയുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നേരത്തെ ജോലി ചെയ്തിരുന്ന സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. നമ്മളെ ചർച്ചകളിലൊക്കെ സ്ഥിരം പങ്കെടുക്കുന്ന ഒരാളാണ്. ഈ സ്റ്റാലിൻ ദേവൻ സെക്രട്ടേറിയറ്റിലെ ലോ വിഭാഗത്തിൽ അണ്ടർ സെക്രട്ടറി റിട്ടയർ ചെയ്തതാണ്, വക്കീലല്ല. പക്ഷേ ഇയാൾ വഖഫ് നിയമത്തെക്കുറിച്ചും വഖഫ് ട്രിബ്യൂണലിനെ കുറിച്ചും വഖഫ് ബോർഡിനെ കുറിച്ചും ഇന്ത്യയിൽ ഈ സ്റ്റാലിൻ ദേവൻ അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയത്തില്ല. പുതിയ നിയമവും പഴയ നിയമവും അരിച്ചു പറക്കി അയാളുടെ ജീവിതം, ലോ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്ത ആളെന്ന് പറയുമ്പോൾ അയാളുടെ ജീവിതം കഴിഞ്ഞ 2-3 വർഷമായി ഇതിനോട് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഈ കേസിലെ യഥാർത്ഥ നിയമോപദേശകനായി സ്റ്റാലിൻ ദേവൻ മാറുന്നു. സ്റ്റാലിൻ ദേവന്റെ നിലപാടിനെ ശരിയാണെന്ന് മനസ്സിലാക്കിയ മയ്യാറ്റിൽ ജോഷി മയ്യാറ്റിൽ എന്ന് പറഞ്ഞ അച്ഛൻ, കാരണം മൊത്തത്തിൽ സഭയ്ക്കെല്ലാം ഇരുട്ടാണ്, ഇവരെല്ലാം ഇരുട്ടി തപ്പി പുകമടലം ഉണ്ടാക്കി കണ്ണിൽ മറ്റേ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ സ്റ്റാലിൻ ദേവനും ഫാദർ ജോഷി മയ്യാറ്റിലും ഒരുമിച്ച് ഇതിനെ വളരെ കൃത്യമായ ഇടപെടൽ നടത്തുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റാലിൻ ദേവൻ എന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസം പടാന്നെത്തി കൊച്ചിക്ക് പോന്നു. 2 ദിവസം മുമ്പ് ഇതിന് ഫൈനൽ ഹിയറിംഗ് വരാൻ പോകണല്ലോ. സ്റ്റാലിൻ ദേവൻ ഇവിടെ ഉള്ള അപേക്ഷയൊക്കെ കാണുമ്പോൾ ഈ ഭൂസംരക്ഷണ സമിതിയുടെ വക്കീല് പൂന്തോട്ടം സാറാണ്, ജോർജ് പൂന്തോട്ടം സാറാണ്. പക്ഷേ സ്റ്റാലിൻ ദേവന് മനസ്സിലായി ഇവരാരും വരത്തില്ലെന്ന്. അപ്പം സ്റ്റാലിൻ ദേവൻ എന്ത് ചെയ്തു? അതിലെ ഒരാൾ, അതായത് ഈ നമ്മുടെ അവിടുത്തെ BJPയുടെ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഫിലിപ്പ് എന്ന് പറയുന്ന BJPക്ക് വേണ്ടി നിൽക്കുന്ന, ഈ സമരരംഗത്ത് വന്ന BJPക്ക് വേണ്ടി നിൽക്കുന്നതാണ്. ഈ ഫിലിപ്പിൻ്റെ സഹോദരൻ ഈ 5 കക്ഷികളിൽ ഒരാളാണ്. ഈ സഹോദരൻ്റെ എൻഗേജ് ചെയ്തിരിക്കുന്ന വക്കീലിനുള്ള വക്കാലത്ത് പിൻവലിപ്പിക്കുന്നു. വക്കാലത്ത് പിൻവലിപ്പിച്ചിട്ട് സ്റ്റാലിൻ ദേവൻ ഹൈക്കോടതിയിൽ ഒരു സീനിയർ അഭിഭാഷകനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് സീനിയർ അഭിഭാഷകൻ്റെ അടുത്ത് പോയിട്ട് ഈ കംപ്ലീറ്റ് കേസ് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു. അപ്പം അദ്ദേഹം സ്റ്റാലിൻ ദേവൻ ഇതിൻ്റെ അകത്ത് പഠിപ്പിച്ച പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വഖഫ് ഇതിനൊക്കെ പ്രൊസീജിയറുണ്ട്. ഒരു സ്ഥലം വഖഫിൻ്റെതാണെന്ന് കണ്ടെത്താനും ആ സ്ഥലം വഖഫിൻ്റെതാണെന്ന് പ്രഖ്യാപിക്കാനൊക്കെ ഈ പ്രൊസീജിയറൊന്നും പാലിച്ചിട്ടില്ല. അതിന് കമ്മീഷനെ വെക്കണം, പഠനം നടത്തണം, പഠനം നടത്തിയതിനു ശേഷം നോട്ടീസ് കൊടുക്കണം, നടപടിക്രമങ്ങൾ പാലിച്ചിട്ട് ഒടുവിൽ നടപടിക്രമങ്ങളിലൂടെയാണ് ഈണ്ടെടുക്കേണ്ടത്. ഒന്നും ചെയ്തിട്ടില്ല. ഇവരെന്നാ ചെയ്തതെന്ന് വെച്ചാൽ, വഖഫ് ബോർഡ് ചുമ്മാ കത്തയച്ചു എല്ലാവർക്കും. വഖഫ് ബോർഡ് ആദ്യം ഈ ഭൂമി വഖഫിൻ്റെ അത് ലിസ്റ്റ് ചെയ്തു, വഖഫ് ബോർഡ് കത്തയച്ചു, നടത്തുന്നല്ല, ഈ നടപടിക്രമമൊന്നും പാലിച്ചിട്ടില്ല. ഈ വസ്തുതകൾ ബോധ്യപ്പെടുത്തി നിയമവും സംവിധാനവും ഈ പറയുന്ന കൃഷ്ണനുണ്ണി എന്നോ മറ്റോ പേരുള്ള ഒരു സീനിയർ വക്കീലാണ്. ഈ സീനിയർ വക്കീലിനെ ഈ സ്റ്റാലിൻ ദേവൻ ബോധ്യപ്പെടുത്തുന്നു. ഏറ്റവും രസകരമായ സംഗതി ഇനിയാണ് ക്ലൈമാക്സ്. ഇന്ന് കോടതി കേസ് വരുമ്പോൾ 5 കക്ഷികളാണ് ഈ കേസിലുള്ളത് നോക്കണം. അതെ, ഇതിൽ 4 കക്ഷികളുടെയും വക്കീല് കോടതിയിലില്ല. ഒറ്റ ആളിനേ ഉള്ളൂ. ഇദ്ദേഹത്തിനെ മാറ്റി ഈ പറയുന്ന ഫിലിപ്പിന്റെ ആളെ വെച്ച് കൃഷ്ണനുണ്ണി വക്കീലിനെ വെച്ചില്ലെങ്കിൽ ഈ കേസ് ജയിക്കത്തില്ല. തലേ ദിവസം സ്റ്റാലിൻ ദേവൻ അവിടെ പോയി കൃത്യമായ ഇടപെടൽ നടത്തി. ആ ഇടപെടലിന്റെ ഭാഗമായിട്ട് സീനിയർ വക്കീലിനെ എൻഗേജ് ചെയ്യിപ്പിച്ച് അയാളെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിച്ചൊരു കേസ് വരുമ്പം മറുഭാഗത്തായിക്കോട്ടെ വഖഫ് സംരക്ഷണ സമിതിക്കും വഖഫ് ബോർഡിനും ഒക്കെ വക്കീലുണ്ട്, വലിയ വക്കീലന്മാരായിരിക്കുമല്ലോ, എല്ലാവരും ഉണ്ട്. സർക്കാരുമില്ല. സർക്കാരിന്റെ വക്കീലുണ്ടാവണല്ലോ, അവരുമില്ല. സർക്കാരിന്റെ വക്കീലാണല്ലോ അതിൻ്റെ അകത്ത് എന്താണ്, അവരുമില്ല. പക്ഷെ ഈ സെബാസ്റ്റ്യന്റെ ജോസഫ് സെബാസ്റ്റ്യൻ മറ്റുമാണ്, ഞാൻ ഈ ഫിലിപ്പ് സെബാസ്റ്റ്യന്റെ സഹോദരൻ ജോസഫ് സെബാസ്റ്റ്യന്റെ വക്കാലത്തിൽ ഈ കൃഷ്ണനുണ്ണി വക്കീൽ, അദ്ദേഹത്തിന് പേരെങ്ങനെ തോന്നുന്നു, ഈ കൃഷ്ണനുണ്ണി വക്കീൽ അവിടെ പോയിട്ട് കേസ് വാദിച്ചു. കോടതി ആ കേസിൽ വാദം കേട്ടിട്ട് പറഞ്ഞു, തൽക്കാലം ഞാൻ പറഞ്ഞത് പണ്ടത്തെ സിംഗിൾ ബെഞ്ച് പറഞ്ഞ വിധിയാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടി. എത്ര കാലത്തേക്ക്? അവിടെയാണ് ഇതിന്റെ അന്തിമ വിധി വരും. ഏതിന്റെ അന്തിമ വിധി? അവിടെയാണ്. ഏതാണ് അന്തിമ വിധി? ഒന്നുകിൽ ട്രിബ്യൂണലിലെ കേസ്, ഒന്നുകിൽ ട്രിബ്യൂണലിലെ കോഴിക്കോട് ട്രിബ്യൂണൽ. അപ്പം മറ്റൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്. ഈ സ്റ്റാലിൻ ദേവന്റെ ഇടപെടലിനെ തുടർന്ന് ഈ നാളിൽ, അതായത് നേരത്തെ ട്രിബ്യൂണലെ കേസിന്റെ വാദമെല്ലാം പൂർത്തിയാക്കി ഏതാണ്ട് ജയിക്കാറായിരിക്കുന്ന സമയത്താണ് ഈ കമ്മീഷനെ വെക്കുന്നതും ഹൈക്കോടതി ഇടപെടലുണ്ടാകുന്നതും നീട്ടിക്കൊണ്ടു പോകുന്നത്. അയാൾ റിട്ടയർ ആയിപ്പോയി, പുതിയ ട്രിബ്യൂണൽ വന്നു. ഈ പുതിയ ട്രിബ്യൂണൽ വന്നപ്പോഴത്തേക്കും ഇവർ വീണ്ടും പോയി കക്ഷി ചേർന്നു. സ്റ്റാലിന് നിർദ്ദേശപ്രകാരം നേരത്തെ ഇല്ലാതിരുന്ന കേസ് അവർ കക്ഷി ചേർന്നു. അപ്പൊ അവർ കക്ഷി ചേർന്നുകൊണ്ട് ഇനി ആ കേസ് ഇനി നാളുകൾ എടുക്കും. കാരണം ആദ്യം മുതൽ ഇവരുടെ ഭാവം ഇതുവരെ മറ്റേ ഫറൂഖ് കോളേജിന്റെ ഭാവം മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇപ്പുറത്തെ കക്ഷികളെ കേട്ടിട്ടില്ല. ഇനി അതെല്ലാം കേട്ടിട്ട് ട്രിബ്യൂണൽ കേസ് നടക്കും. ഒന്നുകിൽ ട്രിബ്യൂണലിൽ വിധി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് വഖഫ്. അപ്പൊ ഈ വഖഫ് ബോർഡിന്റെ ഭൂമി അല്ല എന്ന് പറഞ്ഞ് വിധിക്ക് സുപ്രീം കോടതി പോയിട്ടുണ്ട്.
സുപ്രീം കോടതിയുടെ ഉത്തരവ് അപ്പോൾ ഇതിന് ബാധകമാവോ? അങ്ങനെ വന്നാൽ ഇതും പോയി. പോയി. അതായത് വഖഫ് ട്രിബ്യൂണലിന്റെ ഒരു കേസുണ്ട്, സോറി നമ്മുടെ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇതിനെതിരെ വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ വിധിയുണ്ട്. അതെ, ആ വിധിക്കെതിരെ വഖഫ് സമരം സുപ്രീം കോടതി പോയിട്ടുണ്ട്. സുപ്രീം കോടതി രണ്ട് തരത്തിൽ വിധിക്കാം. ഒന്നുകിൽ ഈ വിധി ശരിവെച്ചുകൊണ്ട് ക്ലോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ട്രിബ്യൂണൽ കേവലം കേസ് വേണ്ട. സുപ്രീം കോടതിയുടെ വിധി വന്നാൽ സുപ്രീം കോടതി വിധി വന്നു പിന്നെ ട്രിബ്യൂണലിലെ കേസ് പിൻവലിക്കാം. ഇത് അന്തിമ വിധിയാണ്. അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് രണ്ടാമതൊരു കാര്യം പറയാൻ പറ്റും, അത് ട്രിബ്യൂണൽ തീരുമാനിക്കട്ടെ, നമ്മൾ അതിനകത്ത് ഇടപെടണ്ട, അത് ട്രിബ്യൂണൽ തീരുമാനിക്കട്ടെ. അപ്പോഴും ഹൈക്കോടതി വിധിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അപ്രസക്തമാവുകയും ട്രിബ്യൂണലിലേക്ക് വരികയും ചെയ്യും. ഇതാണ് ഇനി രണ്ട് സ്കോപ്പ്. എങ്ങനെ വന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് മുൻപ് ജനങ്ങൾക്ക് അനുകൂലമാണ്. കാരണം നടപടിക്രമങ്ങൾ പൂർണ്ണമായും തെറ്റിച്ചുകൊണ്ട് ഏകപക്ഷീയമാണ് വഖഫ് ബോർഡ് ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. വഖഫ് ബോർഡ് വെറുതെ അവരുടെയാണെന്ന് പറഞ്ഞു, അവരുടേതായിട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്തു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്, പുതിയ വഖഫ് നിയമം അനുസരിച്ച് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫലത്തിൽ ഇവർക്കിപ്പം ഇവരുടെ റവന്യൂ അവകാശം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഈ റവന്യൂ അവകാശം തിരിച്ചു കിട്ടിയാൽ പോലും ഇവർക്കൊരു ഈ കേസ് കിടക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ പോലും റവന്യൂ അവകാശം തിരിച്ചു കിട്ടിയാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് പോക്കുവരെ സ്ഥലം വയ്ക്കാം, ഒരു ലോൺ എടുക്കാം, കാശ് മേടിക്കാം, എന്തും ചെയ്യാം. പൂർണ്ണമായും ഇവരുടെ അവകാശം കിട്ടും. പക്ഷേ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ തർക്കം ഉണ്ടാവും, ആളുകൾക്കൊരു പ്രശ്നം കിട്ടും. എന്ത് വന്നാലും ഇത്, അതായത് ഈ കേസ് എന്താ സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സംഘടിതമായി ഇവരെ അട്ടിമറിക്കാൻ നടത്തിയ ഒരു ശ്രമമുണ്ട്. അതെ, അതിന് എതിർഭാഗത്തിന് അറിഞ്ഞും കൂടെയായിരുന്നു, കൊടുത്തു. അതാണ് സംഭവിച്ചത്. അത് ഞാൻ അതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായിരിക്കും ഭാവിയിൽ ഇത് സംഭവിക്കുക? ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കോടതി ഉത്തരവ് വരുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമോ? അത് ആ മറ്റുള്ള പ്രൊസീജിയറുകാർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഇത് രാജ്ഭവൻ ഇതിനകത്തുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ വിഷയമുണ്ട്. ഈ വഖഫ് ബോർഡിനും വഖഫ് ബോർഡിനുള്ള അധികാരങ്ങൾ മോദി സർക്കാർ കവർന്നെടുക്കുന്നു, അത് മുസ്ലിം വിരുദ്ധമായതുകൊണ്ടാണ് എന്ന ഒരു നറേറ്റീവാണ് ഇവിടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ട്രിബ്യൂണലിലെ അമുസ്ലിമായി ഉൾപ്പെടുത്തുന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നറേറ്റീവിൻ്റെ ഇടയിൽ വേണം ഇതിനെ കാണാൻ. വാസ്തവത്തിൽ വഖഫ് ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിശ്വാസി തൻ്റെ സ്വത്ത് അള്ളാഹുവിന് കൊടുക്കുന്നതാണ് വഖഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കും, ദാനം കൊടുക്കുകയാണ്. അപ്പം ഞാനൊരു മുസ്ലിമാണെന്ന് കരുതുക. അപ്പോൾ എൻ്റെ ഭൂമി, എനിക്ക് മക്കളില്ലായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കൾക്ക് ഭൂമി കൊടുക്കാൻ താല്പര്യമില്ലായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഭൂമി അല്ലെങ്കിൽ മക്കൾക്ക് പകുതി കൊടുത്തിട്ട് ബാക്കി പകുതി എൻ്റെ ഭൂമിയും എൻ്റെ വസ്തുക്കളും ഞാൻ വഖഫ് ചെയ്താൽ, ദൈവത്തിന് കൊടുത്തു. ഞാനിതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വഖഫ് ചെയ്തതിന് കണ്ടീഷൻ വെക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന ആവശ്യത്തിന് ഇല്ല, വഖഫ് ചെയ്യുവാണ്, കൊടുത്തു, അതിൽ ഒരു അവകാശം എനിക്ക് ഉന്നയിക്കാൻ പറ്റത്തില്ല. ഇതാണ് വഖഫ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ആലോചിക്കും, എടാ ഒരു മുസ്ലിം വിശ്വാസി അവൻ്റെ സ്വത്തും ഭൂമിയും അള്ളാഹുവിന് കൊടുക്കുന്നതിൽ മോദിക്ക് എന്നാ കാര്യം ചോദിക്കും. ആ സ്വാഭാവിക ചോദ്യം. പിന്നെ രണ്ടാമത് ചോദിക്കും, ഈ അള്ളാഹുവിൻ്റെ ഭൂമി മുസ്ലിം സമൂഹം ഒരു മുസ്ലിമിൻ്റെ ഭൂമി അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ സ്വത്ത് ഒരു മുസ്ലിം വിശ്വാസി അള്ളാഹുവിന് കൊടുക്കുന്നതിൽ അമുസ്ലിമിന് എന്താ കാര്യം ചോദിക്കും. ഇത് രണ്ടും വളരെ നാച്ചുറൽ ചോദ്യമാണ്. പക്ഷെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് എൻ്റെ ഭൂമിയോ എൻ്റെ സ്വത്തോ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ രാജ്മോഹന്റെ ഭൂമി എൻ്റെതാണ് എന്ന് ഞാൻ അവകാശപ്പെട്ടിട്ട് കൊടുക്കുമ്പോഴാണ് പ്രശ്നം. അപ്പം ഞാൻ മുസ്ലിമാണ്, രാജ്മോഹൻ മുസ്ലിം അല്ല. രാജ്മോഹന്റെ ഭൂമി എൻ്റെതാണ്, അത് ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു പറയുമ്പം അമുസ്ലിമായ രാജ്മോഹന്റെ കക്ഷി ചേരണ്ടേ? അതാണ് നേരത്തെ കുഴപ്പം. അപ്പം ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ 58 മറ്റുമാണ് ഈ വഖഫ് നിയമം വരുന്നത്. വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനത്ര എന്ന് വെച്ചാൽ കുഴപ്പങ്ങളുണ്ടായിരുന്നു എങ്കിൽ പോലും അതിൽ ഏറ്റവും കുഴപ്പം പിടിച്ചൊരു സെക്ഷൻ ഉണ്ടായിരുന്നില്ല. അത് 92 ആണോ 91 ബാബറി മസ്ജിദ് 92 കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റേ കമ്മീഷൻ അങ്ങനെ കൊണ്ടുവന്നിരുന്നത്, ഒരു മുസ്ലിങ്ങൾക്ക് സംവരണത്തിന് വേണ്ടി ഒരു കമ്മീഷൻ കൊണ്ടുവന്നിരുന്നത്, സച്ചാർ കമ്മീഷൻ. ഈ സച്ചാർ കമ്മീഷൻ കൊണ്ടുവന്നിട്ടാണല്ലോ ഇവിടെ 80-20 ഒക്കെ കൊണ്ടുവന്നില്ലേ? കേരളത്തിൽ 80-20 വലിയ വിവാദം ഉണ്ടായില്ലേ? അതിന്റെ കാരണം എന്താ? യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത കാര്യം, അതായത് യഥാർത്ഥത്തിൽ സച്ചാർ കമ്മിറ്റി കൊണ്ടുവന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിയമം കൊണ്ടുവന്നപ്പോൾ ഒറ്റ പ്രശ്നമായി. എന്താണെന്നറിയോ? മതപരമായ ഒരു സംരക്ഷണവും ഭരണഘടന അനുവദിക്കുന്നില്ല. ജാതിപരമായി പറ്റും, ന്യൂനപക്ഷങ്ങൾക്കും പറ്റും. ഒന്നുകിൽ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ജാതി കൊടുക്കാം, മതത്തിന് പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന സച്ചാർ കമ്മിറ്റി മുസ്ലിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഈ അവകാശങ്ങളെ ന്യൂനപക്ഷം എന്നാക്കി കൊണ്ടുവന്നു.
പക്ഷേ എഫക്റ്റീവ്ലി ന്യൂനപക്ഷം എന്ന പേരിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കായിരുന്നു ഇതിൻ്റെ ബെനിഫിറ്റ് കൊണ്ടുകൊണ്ടിരുന്നത്. കുറേ കഴിഞ്ഞ് ഇത് കേസായി. ഇത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എല്ലാം മുസ്ലിങ്ങൾ കിട്ടുന്നത് ചോദിച്ചു. ക്രിസ്ത്യാനി സിഖുകാർ എല്ലാം ന്യൂനപക്ഷങ്ങളാണ്. അങ്ങനെ വന്നപ്പോഴാണ് 80-20 വരുന്നത്. അങ്ങനെ കോടതി പറഞ്ഞു അതെങ്ങനെ പറ്റുന്നത് ഈ ന്യൂനപക്ഷം. അതാണ് ഈ 80-20 വിഷയം വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കൊണ്ടുവന്ന ഒരു പുതിയ പരിഷ്കാരമായിരുന്നു വഖഫ് നിയമം. ഇവരങ്ങ് പൊളിച്ചെഴുതി ഈ 95. അതെ, ഈ നരസിംഹ സാർ ഈ വഖഫ് നിയമം പൊളിച്ചെഴുതിയിട്ട് ഇതിലേക്ക് അനാവശ്യമായ കുറേ പ്രൊവിഷൻസ് കൊണ്ടുവന്നു. അതിലൊന്നാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് സാധനം. വഖഫ് ബോർഡിന് ഒരു ഭൂമി വഖഫിൻ്റെതാണെന്ന് തോന്നിയാൽ ഒരു ക്ലെയിം വെച്ചാൽ അത് വഖഫിൻ്റെതാണ്. യാതൊരു ഡോക്യുമെന്റും വേണ്ട. അവർ ചില കാരണങ്ങൾ പറയുന്നു. വഖഫ് ഒരു അവകാശം ഉന്നയിക്കുന്നു. വഖഫിന്റെ സർവേയർ പോയി പരിശോധിക്കുന്നു. എന്നിട്ട് വഖഫ് ചെയ്യാനായിട്ട് എഴുതി കൊടുക്കുന്നു. വഖഫ് എന്റെ ഭൂമി കയ്യേറാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെന്തെങ്കിലും ഒരു സാധനം കൊണ്ട് വരും. അതാണ് അവരുടെ സർവേയർ ഇത് വഖഫിൻ്റെതാണെന്ന് പറയും. അപ്പോൾ ഇതുണ്ടാക്കിയ അസ്വസ്ഥത എന്താണെന്ന്. അങ്ങനെയാണ് 2013 വീണ്ടും ഈ മറ്റേ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ലാസ്റ്റ് ഇയറിൽ മറ്റൊരു പരിഷ്കാരം കൂടി കൊണ്ടുവന്നു. രാജ്മോഹൻ ഒഴിഞ്ഞുകൊടുത്തില്ലെങ്കിൽ വഖഫ് ഭൂമിയിൽ അനധികൃതമായി കയ്യേറി താമസിക്കുന്ന ക്രിമിനൽ കേസെടുത്ത് ജയിലിലടയ്ക്കാം. മറ്റേതിന് അതില്ലായിരുന്നു. അതായത് രാജ്മോഹന്റെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറയുന്നു. രാജ്മോഹൻ അവകാശം മുഴുവൻ നഷ്ടപ്പെട്ടു, റവന്യൂ അവകാശം മുഴുവൻ നഷ്ടപ്പെട്ടു, കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ 2013 അമെന്റ്മെന്റ് അനുസരിച്ച് രാജ്മോഹൻ ജയിലിൽ അടയ്ക്കാം. എതിർത്താൽ രാജ്മോഹൻ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അടയ്ക്കാം. അപ്പം ഇതെല്ലാം കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? പണ്ട് മുഗൾ സാമ്രാജ്യ കാലത്ത് ഇന്ത്യയിൽ പലയിടങ്ങളിലും പല ഭൂമിയും വഖഫിൻ്റെതായിരുന്നു. അപ്പൊ ഈ ഭൂമിയുടെ എല്ലാം അവകാശം ഉന്നയിക്കുന്നു. ഇന്ത്യ പാർലമെന്റ്, ബാംഗ്ലൂരിലെ ഇൻഫോസിസിന്റെ ഓഫീസ്, ഹൈദരാബാദിലെ ITC ഹോട്ടല്, ഗുജറാത്തിലെ ഒരു ദ്വാരക എന്ന് പറയുന്നൊരു ദ്വീപ്, തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം, ഇതെല്ലാം ഇവരുടെയാണെന്ന് പറയുന്നു. ഡൽഹിയിലെ പല സ്ഥാപനങ്ങളും ഇവരുടെയാണെന്ന് പറയുന്നു. ഇതിങ്ങനെ അതിന്റെ തുടർച്ചയായിരുന്നു മുരമ്പോ. ഇതിങ്ങനെ വഷളായപ്പോഴാണ് ഈ നിയമത്തിന് കടിഞ്ഞാണിടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതും നിയമം കൊണ്ടുവന്നതും. അല്ലാതെ ഇവർ പറയുന്ന മാതിരി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവരുടെ ഭൂമി അവർക്ക് ഇഷ്ടമുള്ള കൊടുക്കുന്നതിന് എതിർക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല. അപ്പൊ ഇതിനെ പെട്ടെന്ന് വഖഫ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശത്തിന് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി, ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രത്യേകത പാവങ്ങളാണ്. അടിസ്ഥാനപരമായി പാവങ്ങളാണ്. പക്ഷെ അവർക്കൊരു വികാരമുള്ള അവരുടെ മതം, അവരുടെ വിശ്വാസം, അവർക്ക് ഭയമാണ്. അവരുടെ ഭയം എന്താണെന്ന് വെച്ചാൽ മോദി, BJPയും സംഘപരിവാരും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ പോകുന്നു. ഹിന്ദു രാഷ്ട്രമാക്കുന്നതോടെ നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നൊരു ഭയമുണ്ട്. അവർക്ക് ഭയമുണ്ട്. ഇത്തരത്തിൽ ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ, ഈ വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ, മീഡിയ വൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ SDP ആയിക്കോട്ടെ, ഇവരെല്ലാം ഇത്തരത്തിൽ ദുഷ്പ്രചരണം കൂടി നടത്താൻ തുടങ്ങിയതോടെ ഇവർക്ക് വല്ലാത്ത ഭയമാണ്. ഈ ഭയം ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഇവർ പലതും കൊണ്ടുവരും. ഇപ്പോൾ ഉദാഹരണത്തിന് മൊഴിയില്ലെന്ന പരിപാടിക്ക് എന്നാ പറയുന്നത്, തലാക്ക്. ആലോചിച്ച് നോക്കിയേ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ നിലവിലുള്ള നിയമം അനുസരിച്ച്, ഉണ്ടായിരുന്ന നിയമം അനുസരിച്ച് 3 തലാക്ക് ചെയ്താൽ ഏത് സ്ത്രീയെ ഒഴിവാക്കാൻ. ഇത് പാടില്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് തിരുത്തണമെന്ന് പറഞ്ഞ ആരാ? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് സർക്കാരോട് ചോദിച്ചത് നിങ്ങൾക്ക് ഇത് തിരുത്തിക്കൂടെ എന്ന്. ഇവരിത് തിരുത്തി. ആ നിയമം അനുസരിച്ച് ഇപ്പൊ തലാക്ക് ഇതിൽ അകത്താവും. ആർക്ക് വേണ്ടി? എന്തിനു ഗുണം ആർക്കാ? മുസ്ലിം സ്ത്രീകൾക്കാണ്. പക്ഷെ അവര് പറയുന്നു മുസ്ലിം സ്ത്രീകളുടെ, മുസ്ലിം സമുദായത്തിന്റെ അവകാശം എടുത്തു കളഞ്ഞു എന്ന് പറയുന്നു. ഇത്തരത്തിലാണ് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തത്. ഇത് ഇങ്ങനെ തന്നെയാണ് വഖഫിനെ എതിർക്കുന്നത്. ഇത് മുസ്ലിം സമുദായം, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അവന്റെ സ്വത്ത് അള്ളാഹുവിന് കൊടുത്ത് ഒരുത്തനോ ചോദിക്കാൻ പറ്റത്തില്ല. മറ്റൊരു സമുദായമോ മറ്റൊരു ജനങ്ങളോ ഇടപെടുമ്പോൾ മാത്രമേ ഇതിനകത്ത് പ്രശ്നം വരത്തുള്ളൂ. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ കലാപം ഉണ്ടായത്. പക്ഷെ ഇതാകെ രാഷ്ട്രീയമായി പോയി. അതെ, ഇത് കോൺഗ്രസ് പലപ്പോഴും അവർ ഈ ന്യൂനപക്ഷ അപ്പീസ്മെന്റിന് വേണ്ടി അവരെ പ്രകടനത്തിന് വേണ്ടി പലപ്പോഴും ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. ന്യൂനപക്ഷം എന്ന് പറയുന്നതിനകത്ത് കുഴപ്പമില്ല. മുസ്ലിം കാരണം ഇവർ ക്രിസ്ത്യാനി ന്യൂനപക്ഷമല്ലേ, സിഖുകാർ ന്യൂനപക്ഷമാണ്. അത് കേരളത്തിൽ മാത്രം പ്രത്യേകതയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ രാജ്മോഹൻ സുധീർ എനിക്കറിയത്തില്ല, ഇന്നലെ പത്രത്തിൽ വന്നൊരു വാർത്ത, ആർമിയിൽ ഒരു ക്രിസ്ത്യൻ രാജ്മോഹൻ ആ കേസ് ഒന്ന് അന്വേഷിച്ച് നോക്കി. അതായത് ക്രിസ്ത്യാനിയായ ഒരു പട്ടാളക്കാരൻ സിഖ് റെജിമെന്റിൽ പണിയെടുക്കുന്നു. സിഖ് റെജിമെന്റിൽ
അപ്പൊ ഈ ആർമിയിൽ മതങ്ങൾക്ക് വലിയ പ്രാധാന്യം അറിയാവുണ്ട്. ആർമി ക്യാമ്പിലെല്ലാം ഓരോരോ ആരാധനാലയങ്ങൾ പോലും ഉണ്ട്. മതപുരോഹിതന്മാരുണ്ട്. ഈ പട്ടാളത്തിൽ തന്നെ മതപുരോഹിതന്മാർ ജോലിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ സിഖ് റെജിമെന്റിലുള്ള ആളുകൾ ഗുരുദ്വാരയിൽ പോകാനുള്ള അവർക്ക് അവകാശമുണ്ടല്ലോ. അതിന്റെ ലീഡറായിരിക്കുന്ന ക്രിസ്ത്യാനി പറയുന്നു, ഞാൻ ഇതിനകത്ത് കയറത്തില്ല, കാരണം എൻ്റെ വിശ്വാസത്തിനെതിരാണ്. അപ്പൊ അതെങ്ങനെ ശരിയാവുന്നേ? അവൻ സിഖ് റെജിമെന്റിന്റെ ആളാണ്. അപ്പം അതിന്റെ പേരിൽ അവനോട് പലതവണ പറഞ്ഞു, പറ്റത്തില്ല, നിന്റെ കീഴിലുള്ള പട്ടാളക്കാരനെയും കൊണ്ട് നീ അതിനകത്ത് കയറണം, അതാണ് നിയമം എന്ന് പറയുമ്പോൾ കയറത്തില്ല. പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല, കയറിയാൽ മതി. എന്നിട്ട് അവനെ പിരിച്ചുവിടുന്നു. ഹൈക്കോടതി പോന്നു. ഹൈക്കോടതി പറഞ്ഞു ആർമി അച്ചടക്കമുണ്ട്, അത് പാലിക്കണമെന്ന് പറഞ്ഞു. കോടതിയും വേറെ ഉള്ളതുമാണ്. സുപ്രീം കോടതി പോന്നു പിരിച്ചുവിട്ടവൻ. സുപ്രീം കോടതി പറഞ്ഞു നിനക്ക് ഒരു അച്ചടക്കവും ഇല്ല, നിന്നെ പോലെ ഒരുത്തിനൊന്നും പട്ടാളത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, നിനക്ക് രാജ്യസ്നേഹം വരുമെന്ന് പറഞ്ഞു. മീഡിയ വണ്ണിന്റെ വാർത്ത, ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ കയറി പൂജ ചെയ്തില്ല, വാർത്തയാ. അവരെല്ലാം അങ്ങനെയാണല്ലോ. 3 ഗ്രേഡ് കൂട്ടിയ ഏത് തരത്തിലാണ് അത്? ഒന്നത് ഗുരുദ്വാരയാണ്, അതൊരു ഹിന്ദു ക്ഷേത്രം എന്ന തരത്തിലാക്കി. അറിയാൻ പാടില്ലാത്തവരാണ് ക്ഷേത്രം എന്ന് പറയുന്നു, ഹിന്ദു എന്ന് പറയുന്നില്ല. അപ്പൊ നമ്മൾ കരുതുന്ന ക്ഷേത്രമൊന്നും ശ്രീകോവിൽ എന്ന് പറയുമ്പോൾ എന്താ കരുതുന്നത്? ഹിന്ദു ക്ഷേത്രത്തെ അല്ലേ തന്നെ രാജ്മോഹൻ, ശ്രീകോവിലേക്ക് ആരും കയറി പൂജ ചെയ്യാൻ പറ്റും? വഴിയെ പോകുന്നവന് ഹിന്ദു വിശ്വാസികൾ ആർക്കും പറ്റത്തില്ല. ശ്രീകോവിലിന്റെ പരിസരത്ത് ചെന്നിട്ട് 5-6 ജയിലിൽ കിടക്കുവാ. ഇപ്പൊ കാഴ്ചക്കാരന്മാരെ അകത്ത് കിടക്കുവാണ്. അപ്പൊ ഇവർ മീഡിയ അവരുടെ വാർത്തയാണ്, ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ അകത്ത് കയറി പൂജ ചെയ്യാൻ നിർബന്ധിച്ചു. ആ പൂജ ചെയ്യാൻ നിശ്ചിത കാരണം ക്രിസ്ത്യാനിയായ ഒരാൾ. ഈ മണിപ്പൂരിന്റെ കാര്യത്തിൽ ഇവർ ബഹളം വെക്കുന്നു, ഛത്തീസ്ഗഡിന്റെ കാര്യത്തിൽ ബഹളം വെക്കുന്നവരെ അടുത്ത കുത്തിത്തിരിപ്പിന് വേണ്ടി അവർ രംഗത്തിറങ്ങിയതാണ്. ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിൽ വ്യാജ വാർത്തകൾ ഇങ്ങനെ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് ബഹളം വെച്ച് മുതലെടുക്കുന്നവരാണ് ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടിസ്ഥാനപരമായി ഇന്നത്തെ ഹൈക്കോടതി ഇടപെടലോടെ മുനമ്പംകാർക്ക് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് അവരുടെ ഭൂമിയിൽ ഇനി കര അടയ്ക്കാം. അവരുടെ ഭൂമി അവരുടെ പട്ടയം അവരുടെ കൈ കിട്ടും. അവർക്ക് ലോൺ എടുക്കാം. അവരുടെ ഭൂമിയുടെ മേൽ ഒരു അവകാശവും ഇനി ആർക്കും തൽക്കാലമില്ല, ശാശ്വതമല്ല. കാരണം മറ്റേ കോടതി ഉത്തരവ് വരെ വെയിറ്റ് ചെയ്യണം. അത് കുറെ സമയമെടുക്കും. അത് ഒന്നുകിൽ സുപ്രീം കോടതിയുടെ വിധി വരണം. സുപ്രീം കോടതിയുടെ വിധി വന്നാൽ എളുപ്പമായി. പരാതിക്കാരാരാ? ഇവന്മാരാണ്, വഖഫ് ട്രിബ്യൂണലിന്റെ ആൾക്കാരാണ്. അപ്പം ഇത് ഈ പറയുന്ന വഴിയെ പോകുന്ന ഭൂമി ആ ഒരു മാഫിയ തന്നെയാണ്. ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഈ വഖഫുമായി ബന്ധപ്പെട്ടൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വഖഫ് ബോർഡൊക്കെ അതിൻ്റെ ഭാഗമാണ്. എന്നിട്ട് ഇവർ പോയി ഏതെങ്കിലും തരത്തിൽ ഈ വഖഫ് എന്ന് പറയുന്ന സാധനത്തിന് തെളിവ് വേണ്ട, അതൊരു യൂസർ ബൈ യൂസേജ്, വഖഫ് ബൈ യൂസേജ്, വഖഫ് ബൈ യൂസർ എന്നൊരു വകുപ്പാണ്. എന്ന് വെച്ചാൽ ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വഖഫാണ് ഇത് പറയുന്നൊരു സാധനം. അപ്പം എന്തെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു മുസ്ലിം ആരാധനാലയമായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനമായോ ഞാൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വഖഫാണ്. ഇതാണ് ഒരു പരിപാടി. ഇപ്പം നമ്മുടെ ഈ ഇരിക്കുന്ന കെട്ടിടം, ഈ കെട്ടിടം ഒരുപക്ഷെ 150 വർഷം മുമ്പ് രാജാവ് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന് കൊടുത്തിട്ടുണ്ടെന്ന് കരുതുക, 200 വർഷം മുമ്പ്. അത് കഴിഞ്ഞ് അയാൾ അത് കൈമാറിപ്പോയി. പക്ഷെ അയാളുടെ അന്നെങ്ങാനും ആർക്കെങ്കിലും വഖഫ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക, തിരിച്ചു കൊടുക്കേണ്ടി വരും. വലിയ മാഫിയ. അങ്ങനെ തപ്പി പിടിച്ച് കേസ് നടത്തി ആളുകളെ ഭയപ്പെടുന്ന ഒരു മാഫിയ ഉണ്ട്. ആ മാഫിയയ്ക്ക് തലങ്ങിടാൻ വേണ്ടിയിട്ടാണ് ഈ കേന്ദ്ര നിയമം കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു ഇരയായിരുന്നു ഈ പറയുന്ന മുനമ്പംകാര്. മുനമ്പത്തെ ഇപ്പോഴത്തെ ഈ വിധി വന്നതോടെ അവർ സ്വസ്ഥമായിരിക്കുന്നു. അവർക്ക് ഇനി ആകെപ്പാടെയുള്ള പ്രശ്നം ഇപ്പോഴും ഇതിൻ്റെ അവകാശവാദം. വാസ്തവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന ആള് അവിടെ പോയി ഇതിൻ്റെ അകത്ത് ഇടപെട്ട് വക്കീലിനെ എൻഗേജ് ചെയ്യിപ്പിച്ചില്ലായിരുന്നെങ്കിൽ തള്ളിപ്പോവായിരുന്നു. പക്ഷെ ഇപ്പം ഈ നമ്മുടെ ഭൂസംരക്ഷണ സമിതിയും എല്ലാവരും കൂടി അവകാശം എടുത്തുകൊണ്ട് വരും. സ്വാഭാവികം. വിജയം വന്നാൽ പിന്നെ എല്ലാം നമ്മളാണല്ലോ ചെയ്തത്. ഇതിലെ പൊളിറ്റിക്സ് ഭയങ്കര. അതായത് ലത്തീൻ സഭയ്ക്ക് കോൺഗ്രസിനെ കൈവിടാൻ പറ്റത്തില്ല. അപ്പം ഓർക്കണം, ഇവരാരും ഈ ഹൈബിയുടെ അടക്കം കോട്ടയത്തെ ഫ്രാൻസിസ് ജോർജ് അടക്കം ഒരുത്തൻ പോലും വഖഫ് നിയമ ഭേദഗതി നിയമത്തിന് ചെയ്തിട്ടില്ല. ഫ്രാൻസിസ് ജോർജ് ആദ്യം അവിടെ നിന്ന് സംസാരിച്ചിട്ടൊക്കെ പോയതാണ്. തിരിച്ചവിടെ ചെമ്പ് പഠിച്ചു. അതിനെച്ചാൽ കേരളത്തിലെ 30% മുസ്ലിം വോട്ടുകളാണ്. ഈ മുസ്ലിം വോട്ടിന്റെ ബലത്തിലാണ് UDF മുമ്പോട്ട് പോകുന്നത്. CPM അത് വേണ്ടെന്ന് വെച്ചു, മുസ്ലിം വോട്ട് വേണ്ടെന്ന് വെച്ചു CPM. അപ്പോൾ ഒരിക്കലും അവരുടെ താല്പര്യത്തിന് വേണ്ടി ഇപ്പം അവർ ഹാപ്പിയായി. അവർ കണ്ടോ
നിങ്ങളുടെ അവകാശം ഞങ്ങൾ നേടിത്തന്നിരിക്കുന്നു. ഈ കലക്കടത്ത് മീൻ പിടിക്കാൻ ഇവർ ഭയങ്കര മിടുക്കരാണ്. അതെ അതെ, BJPക്ക് എഫക്റ്റീവിൽ ഇതൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല. കേരളത്തിൽ നമുക്കത് അറിയില്ല. അതിനെന്താ കാര്യം, ഈ വഖഫിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇവർ പലർക്കും ഒരു നിശ്ചയവും ഇല്ല. അടിസ്ഥാനപരമായി എന്താണ് സംഭവം അത് ആർക്കും അറിയത്തില്ല. മനസ്സിലാക്കില്ല. ഞാൻ പറഞ്ഞില്ല, സ്റ്റാലിൻ ഞാനൊരു കാര്യം പറയാം, ഈ വഖഫ് ഞാൻ പലതവണ മുൻപത്ത് പോയ ആളാണ്. എൻ്റെ റോളായിട്ട് ഞാൻ കാണുന്നത് ഇതൊരു ജനകീയ വിഷയമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് റോൾ ഉണ്ടായിരുന്നു ആദ്യം നമ്മളതിനകത്ത്. പക്ഷെ ഇത് ഫലപ്രദമായി വന്നത് അതിൻ്റെ ഒരു മൈൽ ഇതിന് പോകേണ്ടതെന്ന് വെച്ചാൽ ഈ സ്റ്റാലിൻ ദേവൻ്റെയും ജോഷി മയ്യാറ്റിലച്ചൻ്റെയും ഇടപെടലാണ്. ഈ രണ്ടുപേരുടെ കൃത്യമായ ഇടപെടില്ലായിരുന്നെങ്കിൽ ഇത് പണ്ടേ ഇത് കൈവിട്ട് പോയിരുന്നു. കാരണം ഇത് പൊളിറ്റീക്സും കൊണ്ട് കയറിയിട്ട് ഇതിനെ കംപ്ലീറ്റ് നിയന്ത്രണം പോയ സാഹചര്യം. എപ്പോഴും അവരുടെ താല്പര്യം മാത്രമല്ലേ കാണുള്ളൂ. എന്തായാലും വഖഫ് നിയമം വളരെ ഗുണകരമായ രീതിയിൽ സംഭവിച്ചിരിക്കുകയാണ്. മുൻപത്തെ വലിയ ഒരു നീണ്ട സമരം അവസാനിപ്പിക്കാൻ സമയമായി. കാരണം അവരുടെ ഭൂവകാശം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇനി ആർക്കാണ് അതിൻ്റെ മൈലേജ് എന്നതിനെക്കുറിച്ചുള്ള തർക്കമായിരിക്കും. ആ തർക്കം എടുക്കാൻ വേണ്ടി വരാൻ പോകുന്ന ആളുകളെ നമുക്ക് കാണാം. പക്ഷേ സ്റ്റാലിൻ അദ്ദേഹം തിരുവനന്തപുരം താമസം, അദ്ദേഹം സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുമ്പം ഞാനൊരു കാര്യം കൂടെ പറയാം. സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ എന്നെ കാണാൻ വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു പൊതു ഇടപെടലില്ല. എൻ്റെ ചില കാര്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ആ കാലത്ത്. പിന്നീട് അത് റിട്ടയർ ചെയ്തിട്ട് കുറേ കാലമായി. അതിനുശേഷം യാദൃച്ഛികം ഇതിലേക്ക് വന്നതാണ്. എന്തായാലും സ്റ്റാലിൻ ദേവനും ജോഷി അച്ഛനും ഈ രണ്ടുപേരും, ജോഷി അച്ഛൻ ഓർക്കണം, അച്ഛനാണ്, സഭയിൽ എതിർപ്പുണ്ട്, അതിന് അടിസ്ഥാനപരമായിട്ട് ഇത് BJPക്ക് ഗുണം ചെയ്യുന്നുള്ള ഭയം സഭയ്ക്കുണ്ട്. ലത്തീൻ സഭ പ്രത്യേകിച്ച് BJP അച്ഛന്മാരുണ്ടായിരുന്നു സഭയുടെ നേതൃത്വത്തിനൊക്കെ എതിരായിട്ടുണ്ടെങ്കിൽ അവർ പൊതു വിഷയങ്ങളിൽ പ്രതികരിക്കും. ലത്തീൻ സീറോ മലബാർ സഭയടക്കമുള്ള സഭകൾക്കൊക്കെ BJPയോട് വലിയ ശത്രുതയില്ല. അവർ കോംപ്രമൈസിന് തയ്യാറ്. പക്ഷേ ലത്തീൻ സഭ ഭയങ്കര ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പോലെ തന്നെ ലത്തീൻ സഭയ്ക്ക് കണ്ടുകൂടെ BJP. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് മുൻപത്തെ ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇനി അവർക്ക് സമരം വേണമെങ്കിൽ നിർത്താം എന്ന സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. സ്റ്റാലിൻ ദേവനും ജോഷി മയ്യാറ്റച്ചനും പ്രത്യേകം നന്ദി. നമസ്കാരം.